ഹായ് ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഞാൻ ഇവിടുത്തെ ഒരു ഷോപ്പിൽ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം. ഒന്നെങ്കിൽ നമ്മൾ പുതിയത് എടുക്കണം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ. അനിയത്തി പോവുകയാണ്. ഹായ് ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സൺഡേ ആണ്. ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 1:30 ആയി. സോ ഇതൊരു കുട്ടി വ്ളോഗ് ആയിരിക്കും. സോ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ എനിക്കൊന്ന് ലെൻസ് കാർട്ടിൽ പോകണം. എന്റെ വർക്കിംഗ് ക്ലാസ് ഉണ്ടല്ലോ, അതിന്റെ ലെഗ് പോയി. സോ എനിക്ക് കണ്ടിന്യൂസ് ലാപ്പ് നോക്കിയിരിക്കുമ്പോൾ ഐസ് ഒക്കെ ഡ്രൈ ആവുക. അപ്പം അതൊന്ന് ഫിക്സ് ചെയ്ത് കിട്ടുമെന്ന് നോക്കാം, ഇല്ലെങ്കിൽ നമുക്കൊന്ന് പുതിയത് മേടിക്കാം. പിന്നെ നമ്മൾ ലാസ്റ്റ് ടൈം മീറ്റ് ചെയ്തില്ല എന്റെ ഫ്രണ്ട് ആതിര, ദർശന. സോ അവരെ ഇടയ്ക്ക് വെച്ച് ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ ആതിരയുടെ സിസ്റ്റർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കുട്ടീനെ ഇതുവരെ കണ്ടിട്ടില്ല. സോ പുള്ളിക്കാരിനെ നമുക്ക് മീറ്റ് ചെയ്യാം, ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അതെ, ഒരു കുട്ടി വ്ളോഗായിരിക്കും. നമുക്ക് നോക്കാം, എന്റെ തീരുവ നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണാം എല്ലാവരും. ഹായ് ഗൈസ്, ഇപ്പം വരുന്ന വഴിക്ക് നല്ല വിശപ്പ് തോന്നി. അപ്പം ഞാൻ ഇവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് ഒരു പ്രോട്ടീൻ ബാർ മേടിച്ചിട്ടുണ്ട്. സോ യൂഷ്വലി ട്രാവലിംഗ് സമയത്ത് നല്ല വിശപ്പ് എല്ലാം വരുന്നെങ്കിൽ ഞാൻ കൂടുതലും ഇങ്ങനത്തെ ഐറ്റംസ് ആണ് കഴിക്കാൻ പ്രിഫർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹെൽത്തി ആയിരിക്കും, പിന്നെ ഒരു കുറച്ച് നേരത്തേക്ക് നല്ല വിശപ്പും കാണത്തില്ല. അതെ, വൺസ് ഇൻ എ വൈൽ ഓക്കെയാണ്. അതെ, പ്രോട്ടീൻ റിക്വയർമെന്റ് നമുക്ക് ഡെയിലി മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതേപോലത്തെ സ്നാക്ക് ഐറ്റംസ് നമുക്ക് ഇടയ്ക്ക് കഴിക്കാം. എന്റെ ഫ്രണ്ട്സിന്റെ അവിടെ എത്തി. സോ എന്റെ വീടിന്റെ ആ ഏരിയയിൽ ഇന്ന് രാവിലെ മുതൽ ഫുൾ മഴയും ഫുൾ മേഘമൊക്കെ ഇങ്ങനെ മൂടി കിടക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ ആക്ച്വലി ഭയങ്കര വെയിലാണ്. ഞാനും വിചാരിച്ചിരുന്നു ഇവിടെ മഴയൊക്കെ ആയിരിക്കും, പക്ഷെ ഭയങ്കര വെയിലാണ്. അപ്പം ദർശൻ എത്തി. രേവതി, ആതിരയുടെ സിസ്റ്റർ ആണ് രേവതി. ഹായ്. അതെ, അടിയായിരുന്നു. സോ എങ്ങോട്ട് പോകാനോ? ലുലുവില് പോയിട്ട്. അതെ, എനിക്ക് മട്ടൻ ബിരിയാണി കഴിക്കണം. ലുലുവിലേക്ക് പോവാം. മാപ്പിടോ. ഇപ്പം വഴിയുണ്ടല്ലോ, 20 ഞാൻ പഠിച്ചു. എന്റെ ഇവിടുന്ന് എത്ര 20 കിലോമീറ്റർ, 23 കിലോമീറ്റർ അങ്ങോട്ടുണ്ട് എന്റെ അവിടെ. പക്ഷെ സൂപ്പർ സ്ഥലമാണ്. ബ്ലോക്ക് ഇല്ലെന്ന് സൺഡേ പറഞ്ഞ വഴിക്ക് ഒരു സൂപ്പർ ആക്സിഡന്റ് ഞാൻ പറഞ്ഞില്ലേ. ഫുൾ അവിടെ ഇടിച്ച് ഫുട്പാത്തിന്റെ അങ്ങോട്ടേക്ക് കയറി. ഫുൾ റിപ്പോർട്ടറും പോലീസുകാരും കൂടെ നിൽക്കുകയായിരുന്നു. ലെൻസ് കാർട്ടിൽ എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇത് ഇവിടെ ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ നമ്മൾ പുതിയത് എടുക്കണം, അതുകൊണ്ട് വേറെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ നോക്കുകയാണ്. KP ഇതാണ്ടുണ്ട്. എന്നാലും നോക്കി നോക്കാം. നമ്മൾ അൽബേക്കിലാണ് ഫുഡൊക്കെ ഓർഡർ ചെയ്ത്. ഇത് രേവതി, ദർശന, ആതിര. അതെ, ഇനി ദർശന കഴിച്ചിട്ട് തിരിച്ച് പാട്ട് ക്ലാസ്സിന് പോവുകയാണ്. അതെ, അപ്പൊ നമുക്കിനി ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം. മട്ടന്റെ ഒരു ഐറ്റമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മട്ടനാണ്. ടേസ്റ്റ് ഉണ്ടോ? ദർശന വെജിറ്റേറിയൻ ആണ്. എങ്ങനെ, ഇഷ്ടപ്പെട്ടോ? ഓക്കെ, സ്നിറ്റ്സിലെത്തിയിരിക്കുകയാണ്. ഡിസൈഡ് ചെയ്തു ഫൈനലി. ആതിരയാണ് പിക്ക് ചെയ്തത്. ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. കുറച്ച് ബുക്ക് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. അടുത്തൊരു ഫ്രണ്ടും കൂടെ എത്തി. പേര് ആർദ്ര. ഓക്കെ, എന്ത് ചെയ്യാ? ഞാനിപ്പോ ലിറ്റ്മസിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ, അസോസിയേറ്റ് എഞ്ചിനീയർ ആയി. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ. ഇവിടെ ഇപ്പം മയോപ്പിയിലെത്തി. എന്തെങ്കിലും നല്ല പെർഫ്യൂം കാണണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ആതിര
എനിക്ക് വേണ്ടി ഒരു പെർഫ്യൂം സെലക്ട് ചെയ്ത് തരാണ്. നമ്മൾ പെർഫ്യൂം മണക്കുമ്പോൾ ആ പ്രോപ്പർ സ്മെല്ല് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കോഫി മണത്തിട്ട് പെർഫ്യൂംസ് ടെസ്റ്റ് ചെയ്താൽ മതി. കോഫി ബീൻസ്. അങ്ങനെ ആതിരയും രേവതിയും 3 പേരും കൂടെ ഫൈനലി എനിക്കൊരു പെർഫ്യൂം എടുത്ത് തന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ എല്ലാവരും ഇവിടെ ഫേമസ് എന്ന് പറയുന്ന കൊറിയൻ ബണ്ണ് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ്. വാ. കൊള്ളാമോ? ഭയങ്കര സ്വീറ്റ് അല്ല. ഗാർലിക് മറ്റേ സാധനമല്ല. KP എത്തിരിക്കുകയാണ്. ക്യാമറയ്ക്കാണോ നോക്കുന്നത്, പുറത്തേക്കാണോ സാധനം കൊള്ളാം. സൂപ്പർ ആയിട്ടുണ്ടേ. ആദ്ര പോവുകയാണ്. ഉടനെ ഡിസംബറിലെ കല്യാണമല്ലേ? ഓക്കെ, അവിടെ വെച്ച് പറ്റുവാണെങ്കിൽ കാണാം. ഓക്കെ, ശരി, ടാറ്റ. ലുലുന്ന് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ആതിരയുടെ സിസ്റ്റർ രേവതിനെ തിരിച്ചു കൊണ്ടാക്കണം. പുള്ളിക്കാർ ഇന്ന് ബാംഗ്ലൂർ പോയാണല്ലേ. 8:45 ബസ് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ. എടാ, കവറിൽ നിന്ന് എന്റെ പേഴ്സ് ഒന്നും എടുക്കും. സ്നിച്ചിന്റെ കവറിലുണ്ട്. ഊരി തരട്ടോ. അത് വലിയ ചാലിയല്ല. പക്ഷെ ദർശനര് അത്ര പകർന്നതാണ്. ഞാനത് പകർച്ചകാരിയാക്കാൻ കിട്ടുന്നില്ല. പക്ഷെ ഞാനിപ്പം നല്ല കൺട്രോൾ ആയിട്ട് ഞാനധികം ചളി അടിക്കാനാണ് നോക്കുന്നത്. അത് മനസ്സിലാക്കുമ്പോൾ നമ്മള് വായടിച്ചിരിക്കും. അപ്പൊ നമ്മള് ചോദിക്കും എന്താ പറഞ്ഞു, കുഴപ്പമില്ല, ക്ഷമിച്ചു. പക്ഷെ വാവ എൻജോയ് ചെയ്യാറുണ്ട്. ഗോകുലും കൂടെ വേണമായിരുന്നു. അനിയത്തി പോവുകയാണ്. ബസ്സൊക്കെ എത്തി. ഓക്കെ, അപ്പം സേഫ് ആയിട്ട് എത്തുക. അവിടെ ചെന്നിട്ട് മെസ്സേജ് ഇടുക. ഓക്കെ, ശരി. ഓക്കെ ഓക്കെ ഓക്കെ, കാണാം. ശരി. ഫൈനലി നമ്മൾ ഇതാക്കിപ്പം KP ഫ്ലാറ്റിൽ എത്തി. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇത് കൂടുതൽ വലുതാക്കുന്നില്ല. അപ്പൊ നമുക്ക് ഉടനെ തന്നെ അടുത്ത ഒരു വ്ളോഗായിട്ട് ഉടനെ കാണാം. അപ്പം ശരി, ടാറ്റ, ഗുഡ് നൈറ്റ്. ടാറ്റ KP, ടാറ്റ. ഇടിയിരിക്കും വെള്ളം. ഓ ശരി, ടാറ്റ ടാറ്റ. അപ്പൊ എന്താ, നമ്മള് തിരിച്ച് വീട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം ആവശ്യം ഫണ്ടായിരുന്നു. പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്തു.
പക്ഷെ ഇന്ന് പോയ കാര്യം ലെൻസ് കാർട്ടിൽ അത് നടന്നില്ല. സോ അത് ബെറ്റർ വീട്ടിൽ ചെന്നിട്ട് എന്താ പറയാ പുതിയതൊന്ന് ഓൺലൈൻ ഓർഡർ ചെയ്യണമെന്ന് തോന്നുന്നു ബെറ്റർ. അവിടെ വേറെ നല്ല കളക്ഷൻസ് ഞാൻ കണ്ടില്ലായിരുന്നു. അതെ, ഇനി ഇവിടുന്ന് തിരിച്ച് വീട്ടിൽ പോകണം. ഓൾമോസ്റ്റ് ഒരു 30 minutes ഡ്രൈവ് ഉണ്ട്. ഇവിടെ കണ്ടല്ലോ റോഡ് ഫുൾ എന്താ പറയാ ഒരു മെയിൻ്റനൻസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഫുൾ കുണ്ടും കുഴിയായിട്ട് ഇരിക്കുക. അതെ, ഓക്കെ. അപ്പം നമുക്ക് അടുത്ത ഒരു വ്ളോഗിൽ പെട്ടെന്ന് കാണാം. നിങ്ങൾ ആരെങ്കിലും കൂലി മൂവി കാണാൻ പോകുന്നുണ്ടോ? ഇനി ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അതെ, ഇനി അന്നത്തെ ദിവസം നമുക്ക് വ്ളോഗ് എടുക്കാം. അതെ, അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു കമന്റ്, ലൈക്കും ചെയ്യുക, ഷെയർ ചെയ്യണമെങ്കിൽ ഷെയറും ചെയ്യാം. അതെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, നമുക്ക് കൂടുതൽ കണക്ട് ചെയ്യാം. ഞാൻ കഴിയുന്ന റിപ്ലൈ തരാൻ നോക്കാം. അപ്പം ശരി, ടാറ്റ, ഗുഡ് നൈറ്റ്. വലിച്ചു നീട്ടുന്നില്ല. ടാറ്റ, അടുത്ത നമുക്ക് ഉടനെ കാണാം.